ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എസ് അത് പോസിറ്റീവ് റിയൽ ആണെന്ന് പറയാം എപ്പോഴാണെങ്കിൽ എഫ് ഓഫ് എസ് ഈസ് റിയൽ ഫോർ റിയൽ എസ്. അപ്പോൾ എസിൻ്റെ വാല്യൂ റിയൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് എന്ന് പറയുന്നതും റിയൽ ആവണം. ആൻഡ് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ റിയൽ പാർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0. സപ്പോസ് എസിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനിലും അതിൻ്റെ റിയൽ പാർട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് എഫ് ഓഫ് എസിൻ്റെ റിയൽ പാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അവിടെ അത് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ ആണെന്ന് പറയാം. നമുക്ക് ഈ രണ്ട് കണ്ടീഷനാണ് നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് വെദർ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 1 ഈസ് എ പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ. നമുക്ക് ആദ്യം തന്നെ ഇവിടെ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം. പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് സീറോസ് ആൻഡ് പോൾസ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ന്യൂമറേറ്റർ എസ് പ്ലസ് 3 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു 0 കിട്ടും അറ്റ് എസ് ഈസ് ഈക്വൽ ടു -3. ആൻഡ് ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് അവിടെ പോൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എസ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ നമ്മുടെ പോൾ സീറോ പ്ലോട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ രണ്ട് ആക്സിസ് മാർക്ക് ചെയ്തു. സിഗ്മ ആക്സിസ് എന്ന് പറയുന്നത് റിയൽ ആക്സിസും ആൻഡ് ജെ ഒമേഗ ആക്സിസ് എന്ന് പറയുന്നതാണ് അവിടെ ഇമാജിനറി ആക്സിസ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു പോൾ ഉള്ളത് -1 അപ്പോൾ അവിടെ പോൾ നമ്മളിവിടെ ഒരു ക്രോസ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് -1. അപ്പോൾ അതാണ് പോൾ എന്ന് പറയുന്നത്. ആൻഡ് 0 നമ്മൾ ഒരു ചെറിയൊരു വട്ടനെയാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അത് -3 അപ്പോൾ അത് -3 നമ്മളവിടെ ഒരു 0 മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്താണ് എക്സ്പ്ലെയിനിൽ ഇത് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാ പോളുകളും സീറോസും എന്താ ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ ആണ്. അപ്പോൾ അതൊരു കണ്ടീഷനാണ്. നമുക്ക് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ ആവണമെങ്കിൽ എല്ലാ പോൾസും സീറോസും ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ വരണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പോൾസ് നമുക്ക് ജെ ഒമേഗ ആക്സിസിൽ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മളവിടെ റെസിഡ്യൂ ടെസ്റ്റ് കൂടിയും കണ്ടക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പോള് വരുന്നത് റിയൽ ആക്സിസിലായിരുന്നു -1. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റെസിഡ്യൂ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളവിടെ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എസിൻ്റെ പവർ ഓടും ഈവണും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ എൻ ഓഫ് എസ് ബൈ ഡിനോമിനേറ്റർ ഡി ഓഫ് എസ് നമ്മളവിടെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 1. അപ്പോൾ അവിടെ ഈവൺ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അവിടെ എസിൻ്റെ പവർ 0 വരുന്നതാണ്. അത് കോൺസ്റ്റൻറ്റ് 3. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഈവൺ പാർട്ട് ഓഫ് എൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു m1 ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതി. നമ്മളവിടെ m1 എന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഓഡ് പാർട്ട് ഓഫ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എസിൻ്റെ പവർ 1 വരുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് എഴുതി? നമ്മൾ എൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എസ് എഴുതി. ഇനി അടുത്തത് ഈവൺ പാർട്ട് ഓഫ് ഡി ഓഫ് എസ്. ഡിനോമിനേറ്ററിൽ ഈവൺ പാർട്ട് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ m2 ഈസ് ഈക്വൽ ടു 1 എഴുതി. ആൻഡ് ഓഡ് പാർട്ട് ഓഫ് ഡി ഓഫ് എസ് എന്ന് പറയുന്നത് അവിടെ എസ് നമ്മളവിടെ എഴുതി. ഇനി നമുക്ക് എ ഓഫ് ഒമേഗ സ്ക്വയർ അവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ എ ഓഫ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ m1 m2 മൈനസ് n1 n2 അറ്റ് എസ് ഈസ് ഈക്വൽ ടു ജെ ഒമേഗ. അപ്പോൾ നമ്മൾ m1 m2 നമ്മളിവിടെ എഴുതിയതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × 1, അതായത് m1 3യും n1 m2 എന്താണ് 1 ആണ് വരുന്നത്. അവിടെ 3 × 1 മൈനസ് s × s എന്ന് പറയുമ്പോൾ 3 - s² ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതിന് ശേഷം s ഈസ് ഈക്വൽ ടു ജെ ഒമേഗ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? 3 - j ഒമേഗ ഹോൾ സ്ക്വയർ. j² -1 ആയതുകൊണ്ട് ഇവിടുത്തെ മൈനസും ആ j² മൈനസും കൂടി ആകുമ്പോൾ അവിടെ പ്ലസ് ആവും. അങ്ങനെ 3 + ω² എന്ന് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഈ ഒമേഗ സ്ക്വയർ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും വരാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? എ ഓഫ് ഒമേഗ സ്ക്വയർ ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്കിവിടെ 3 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ് റിയൽ എന്നവിടെ പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് വെദർ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് × എസ് പ്ലസ് 3 × എസ് പ്ലസ് 5 ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 4 ഈസ് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ. നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അവിടെ എഴുതിയ എൻ ഓഫ് എസ് ബൈ ഡി ഓഫ് എസ് എന്ന് പറയുന്നത് എസ് × എസ് പ്ലസ് 3 × എസ് പ്ലസ് 5 ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 4. അപ്പോൾ നമുക്കവിടെ ന്യൂമറേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? സീറോസ് കിട്ടും. അപ്പോൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ 0 -3 ആൻഡ് -5 ആണ് അവിടെ 0 വരുന്നത്. ആൻഡ് പോൾ നമുക്കവിടെ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തതിനെ കിട്ടും. അപ്പോൾ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ -1 ആൻഡ് -4 അവിടെയാണ് നമുക്കവിടെ പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിത് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം. പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ്? 0 ഉള്ളത് ഒരെണ്ണം ഒറിജിനിലാണ്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് ഒരെണ്ണം -3ലും -5ലാണ് നമുക്കവിടെ ഉള്ളത്.
നമുക്കവിടെ 3 zeros നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പോൾ വരുന്നത് നമുക്ക് -1ലും -4ലും, അപ്പോൾ അതോടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് -1 ആൻഡ് -4. നമുക്കിവിടെ എല്ലാ പോൾസും സീറോസും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി എന്ന് പറയാം. ഇനി നമുക്കവിടെ സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. നമുക്ക് j⍵ ആക്സിസിൽ പോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ റെസിഡ്യൂ ടെസ്റ്റ് അവിടെ കണ്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ എന്ത് ചെയ്യണം, ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് വരും, f(s) = n(f(s)/d(s) = s³ + 8s² + 15 s² + 5s + 4. ഇത് നമ്മളുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമ്മളവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈവൺ പാർട്ട് ആൻഡ് ഓഡ് പാർട്ട് നമ്മളവിടെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ അത് എക്സ്പാൻഡ് ചെയ്തു, അത് നമ്മളുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കവിടെ f(s) = n(f(s)/d(s) = ഇവിടെ എന്ത് വരും, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s³ + 8s² + 15s s² + 5s + 4 നമുക്കവിടെ വരും. ഇനി നമുക്കവിടെ ഈവൺ പാർട്ട് ഓഫ് n(f(s) എന്ന് പറയുന്നത് ഏതായിരുന്നു, 8s² ആണ് വരുന്നത്. സോ m1 = ഇവിടെ 8s² അവിടെ കൊടുത്തു. ആൻഡ് ഓഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, n1 = ഈ s³ ടേമും അതുപോലെ s-ന്റെ ടേമുമാണ്. അപ്പോൾ അവിടെ എന്ത് വരും, s³ + 15s നമുക്കവിടെ കൊടുക്കാം. ഇനി അതുപോലെ ഈവൺ പാർട്ട് ഓഫ് d(s), ഡിനോമിനേറ്ററിലെ ഈവൺ പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക, അവിടെ ഈ s² ടേമും അതുപോലെ കോൺസ്റ്റന്റും വരുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് വരും, m2 = s² + 4 എന്ന് എഴുതി. ആൻഡ് ഓഡ് പാർട്ട് ഓഫ് d(s) എന്ന് പറയുന്നത് ഈ s-ന്റെ ടേമാണ്, അത് n2 = 5s നമ്മളവിടെ കൊടുത്തു. നമ്മളിവിടെ m1 m2 ആൻഡ് n1 n2 കണ്ടുപിടിച്ചു. ഇനി a(ω²) ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. m1 m2 - n1 n2 at s = j⍵. അപ്പോൾ ഇവിടെ എന്ത് വരും, m1 എന്ന് പറയുന്നത് 8s² ആണ്, അവിടെ 8s² × s² + 4 - s² + 15 × 5s at s = j⍵. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, 8s⁴ പ്ലസ് ഇവിടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32s² മൈനസ് 5s × s³ എന്ന് പറയുന്നത് -5s⁴ -75s² നമുക്ക് അവിടെ കിട്ടി. എന്നിട്ട് അതിൽ s = j⍵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 8s⁴ 5s⁴ അത് നമുക്കവിടെ കുറയ്ക്കുമ്പോൾ എത്ര വരും, 3s⁴ എന്ന് കിട്ടി. അതുപോലെ 32 - 75 എന്ന് പറയുന്നത് 43 വരും. അപ്പോൾ നമുക്കവിടെ 3s⁴ - 43s² at s = j⍵ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് വരും, 3ω⁴ + 43ω² എന്ന് നമുക്കവിടെ വരും. ω⁴ അതുപോലെ ω² വരുന്നത്. അപ്പോൾ അവിടെ a(ω) എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറയാം. കാരണം നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാലും അതിൻ്റെ സ്ക്വയറും അതുപോലെ (4) വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, അത് പോസിറ്റീവായിട്ട് മാറും. അതുകൊണ്ട് തന്നെ a(ω) എന്ന് പറയുന്നത് പോസിറ്റീവ് ഫോർ ഓൾ ω ≥ 0 എന്ന് പറയാം. ഇവിടെ 3 കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമുക്കവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ എന്നവിടെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുക.